വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഇതെൻ്റെ മോൾ അനുശ്രീ. കുറേ നാളായി ഇവളെ കാണിച്ചിട്ട്, അതുകൊണ്ട് ജസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പം തക്കാളിയുടെ സീസൺ അല്ലേ? തക്കാളിയുടെ സീസൺ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് ഇവിടെ ലുലുവിൽ 90 പൈസയ്ക്ക് എന്ന് വെച്ചാൽ വളരെ ചീപ്പായിട്ട് നാട്ടിലത്തെ 10-15 രൂപയ്ക്കൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് തക്കാളി. അപ്പം അതേ ഇവിടെ 10-15 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നാട്ടിലും അതുപോലത്തെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസിൽ കിട്ടുന്നുണ്ടാവുമായിരിക്കും. അതുപോലെ എല്ലായിടത്തും കുറച്ച് വില കുറഞ്ഞിരിക്കുന്ന സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. ബൾക്കായിട്ടൊക്കെ മേടിക്കാൻ പറ്റുന്ന സമയമാണ്. ആ തക്കാളി കൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയാലോ? ഞങ്ങളിവിടെ അതുണ്ടാക്കി, അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. മോൾക്ക് അടിപൊളി അച്ചാറായിരുന്നില്ലേ നമ്മുടെ? അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവള് പറഞ്ഞു അച്ചാർ അടിപൊളി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്തു. മോര് കൂട്ടിയിട്ട് ജസ്റ്റ് ആ അച്ചാർ കൂട്ടി നമുക്ക് ഉണ്ണാം. അത്രയും നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. ഞാൻ എന്താ കാണിക്കാം, ട്രൈ ചെയ്ത്. നമുക്കൊരു തക്കാളി അച്ചാർ ഉണ്ടാക്കാം അല്ലേ? അതിനാവശ്യമുള്ള സാധനങ്ങൾ: 1 കിലോ നല്ല പോലെ പഴുത്ത തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, ഒരുപാട് ചെറുതൊന്നും ആക്കണ്ട, അത് ഇത്രയൊക്കെയുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഈ സൈസിൽ പുളി, അതായത് ചെറുനാരങ്ങയുടെ സൈസ് എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു, ഏകദേശം പിടിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയിൽ ഒതുങ്ങുന്ന അത്രയും പുളി വേണം. ഇത് കഴുകി എടുത്താൽ മാത്രം മതി, വെള്ളത്തിലിട്ട് വെക്കണ്ട. അതുപോലെ തന്നെ കുറച്ചൊരു 5-8 തണ്ട് കറിവേപ്പില, കുറച്ച് നല്ലോണം എടുത്തോളൂ. ഇതിലൊരു 6 ടേബിൾ സ്പൂണ് മുളക് പൊടിയുണ്ട്. റെഗുലർ മുളക് പൊടി എടുത്താൽ മതി, കാശ്മീരി വേണം നിർബന്ധമില്ല. കാരണം ഇതിൽ അധികം എരിവൊന്നും തോന്നില്ല. ഇനി അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ പകുതി കാശ്മീരിയും പകുതി റെഗുലർ എടുത്തോളൂ. ഇത് വെളുത്തുള്ളി, ഒരു 2 വലിയ വെളുത്തുള്ളിയിൽ 2 തുടം മൊത്തത്തിൽ അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒരു 10-40 അല്ലിയെങ്കിലും ഉണ്ടാവും അതിൻ്റെ അകത്ത്. അത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തേക്കണതാണ്. ഇതിൽ 1 ടീസ്പൂൺ കടുകുണ്ട്, 1 ടീസ്പൂൺ ഉലുവപ്പൊടിയുണ്ട്. നിങ്ങൾക്ക് ഉലുവപ്പൊടി ഇല്ലെങ്കിൽ ഈ കടുകും ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്താലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഉലുവപ്പൊടി ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ എടുത്താണ്. പിന്നെ വറ്റൽമുളക്. അപ്പോൾ ഈ കടുക് വേറെ, കടുക് പൊട്ടിക്കുന്ന സമയത്ത് വേറെ ഇടണ്ട. ഈ പൊടിയായിട്ട് ആക്കുകയാണെങ്കിൽ ഇത് ചേർക്കുന്ന സമയത്ത് രണ്ടും കൂടെ അങ്ങ് ചേർത്താൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഒരു 8-10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കടുക് വറുക്കാനുള്ള ഐറ്റംസാണ്, ഈ കറിവേപ്പിലയും. ഇപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണയും വേണം. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ്, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിൻ്റെ അളവ് പിന്നെ ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ വെച്ചേക്കുന്നത് ഒരു പരന്ന ഫ്രൈങ് പാനാണ്. ഇങ്ങനത്തെ പാനിൽ വെക്കുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഡ്രൈ ആയി കിട്ടും. ഞാൻ നിങ്ങളുടെ അടുത്ത് ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ബ്രോഡായിട്ടുള്ള പാൻ വെക്കുന്നതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും. അപ്പം ഇതുപോലത്തെ ഒരു പാനിൽ നല്ലപോലെ ചൂടായി കഴിയുമ്പം കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ തക്കാളി നല്ലപോലെ കുക്കാവുന്ന വരെ ഒന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ കുക്കായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തക്കാളികൾ ഒന്ന് ഇതായി തുടങ്ങി, മെൽട്ടായി തുടങ്ങി. കംപ്ലീറ്റ് വെന്തിട്ടില്ല. ഇതിലേക്ക് നമ്മുടെ പുളി ചേർത്ത് കൊടുക്കുക. പുളിയുടെ കുരു ഇല്ലാത്തതാണെങ്കിൽ മാത്രമേ ചേർക്കാവുള്ളൂ. പുളി നിങ്ങൾ ഇതുപോലെ പല ഭാഗത്തായിട്ട് ചേർത്ത് കൊടുക്കുക, കട്ട് ചെയ്തിട്ട്. പുളി വെള്ളമാക്കി എടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുളിയുടെ വെള്ളം കൂടി പറ്റുന്നവരെ നമുക്ക് സമയം ലേറ്റ് ആവും, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒട്ടും പുളിയുടെ തരിയൊന്നും കിട്ടരുതെന്ന് ആഗ്രഹമുള്ളവർക്ക് വെള്ളമാക്കി എടുക്കാം, പക്ഷെ അത്രയും കൂടെ വറ്റിക്കാനുള്ള സമയം എടുക്കണം. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം വറ്റണ വരെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലോണം വെള്ളമുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ, ഫ്ലെയിമൊന്നും കുറയ്ക്കണ്ട. ഇത് നല്ലപോലെ സോഫ്റ്റായി വരുന്നവരെ ഈ പുളി ഇതിൽ കിടന്ന് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടും. 1-2 പ്രാവശ്യം ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലും ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. കാരണം ഇത് അടുക്കി പിടിക്കൊന്നുമില്ല, നല്ലോണം വെള്ളമുണ്ട്.
ഇപ്പം അതിൻ്റെ അകത്ത് പകുതിയൊക്കെ വെള്ളം വറ്റി, മുഴുവൻ വെള്ളം വറ്റിയിട്ടില്ല. ഇനി നമുക്ക് വെള്ളം മുഴുവൻ വറ്റാൻ കാത്തു നിൽക്കണം എന്നില്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ വെള്ളം നല്ലോണം വറ്റിക്കഴിഞ്ഞാൽ മുളക് പൊടി മിക്സ് ആവാനുള്ള വെള്ളം അതിലുണ്ടാവില്ല, കുളവും. അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് തിക്കായില്ലേ ഇപ്പം, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. മാത്രമല്ല മുളക് പൊടി നന്നായിട്ട് അതിൽ കിടന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. എൻ്റെ മുളക് പൊടിക്ക് ഒട്ടും കളറില്ലാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കണേ. ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വന്നാൽ. നിങ്ങൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല കളർ കിട്ടും. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നവർക്ക് അതുപോലത്തെ കളറും കിട്ടും. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലുള്ള ബാക്കി വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റണ വരെയും ഒന്ന് കൂടെ തിക്കാവണ വരെ നമുക്കിത് ഓപ്പൺ ചെയ്ത് തന്നെ കുക്ക് ചെയ്യാം. ഒരു 4 മിനിറ്റൊക്കെ എടുക്കുമായിരിക്കും. മൊത്തത്തിൽ ഫസ്റ്റ് ഒരു 5 മിനിറ്റ്, സെക്കൻഡ് ഒരു 5 മിനിറ്റ്, ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 4 മിനിറ്റ് ആയിട്ടില്ല, 4 മിനിറ്റ് കൂടെ ആവും. ഇനി ഇത് വിട്ടിട്ട് പോകരുത്, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റ്സ് കുക്കായിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം. നമ്മുടെ അച്ചാറിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തണുത്തു. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാൻ. സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഓണാക്കിയിട്ട് ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് ഞാൻ 4-5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കടുക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ കടുകും ഉലുവയും വറുത്ത് പൊടിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പൊടി ഇവിടെ ചേർത്ത് കൊടുക്കരുത്. അത് ഞാൻ പറയാം. അമ്മ ഇവിടെ അച്ചാറുണ്ടാക്കുക. കുട്ടിക്ക് വേണോ? നമുക്കിതിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് വേണം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ. പൊടിക്കടു. ഇനി അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിക്കഴിഞ്ഞ് ഒന്ന് ബ്രൗൺ ആവണം. ബ്രൗൺ ആവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ അച്ചാറിൽ ചെയ്തത്രയൊന്നും ആവണ്ട. അതിനകത്തുള്ള വെള്ളമൊക്കെ പോകണം, അല്ലെങ്കിൽ ഇരുന്ന് കേടുവരും. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അതിലത്തെ. ഇപ്പം ആ പൊട്ടുന്ന സൗണ്ടൊക്കെ പോയി കണ്ടോ. അതുകൊണ്ട് ഒരുവിധം പാകമായിട്ടുണ്ട് ഇത്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഇതിൽ പിന്നെ ഓരോന്നും വറുത്ത് കോരുമൊന്നും വേണ്ട, ചിക്കൻ അച്ചാറിലെ പോലെ. അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കടുകും ഉലുവയും പൊടിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ അത് ഇതിൻ്റെ മുകളിലേക്ക് വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് ചേർത്ത് കഴിഞ്ഞ ശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം. ഉലുവപ്പൊടി കരിഞ്ഞു പോകാതിരിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ഉലുവയുടെ പച്ചമണം ഒന്ന് പോവും വേണം കേട്ടോ, ഒരു മണം വരും. താല്പര്യമുണ്ടെങ്കിൽ ഇത്തിരി കായം കൂടെ ചേർത്ത് കൊടുത്തോളൂ. ഞാനിതിൽ ചേർക്കുന്നില്ല. ഇത് ആന്ധ്ര സ്റ്റൈൽ അച്ചാറാണ്. നമ്മൾ അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നും പറയണ പോലെ ഇതിൽ മിക്സ് റിൻസ് ചെയ്ത് ഞാൻ ഒഴിക്കാൻ പറയുന്നില്ല, കാരണം ഇനി ഇതിൽ വെള്ളമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്.
ഉള്ളത് മാക്സിമം ഒരു സ്പൂൺ വെച്ച് ക്ലീനാക്കി ഇങ്ങ് എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉപ്പൊക്കെ പോരെങ്കിൽ ഇപ്പോഴും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് എണ്ണ വേറിട്ട് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് നേരം ഒന്ന് ഇതാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് പകുതി പോയപ്പോൾ അത് ഈ ഒരു ലുക്കിലായിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അതിൻ്റെ അകത്ത് പോയിട്ട് ആ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വരും. അച്ചാറല്ലേ, അതിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കേട് വരും. എൻ്റെ ഈ അച്ചാറിൻ്റെ കളർ കണ്ടിട്ട് ദയവേത് ആരും ഇതിനെ വിലയിരുത്തരുത്. എൻ്റെ മുളക് പൊടി എന്നെ ചതിച്ചതാണ്. നിങ്ങളുടെ കയ്യിലുള്ള കളറുള്ള ബ്രൈറ്റ് മുളക് പൊടി യൂസ് ചെയ്യൂ. ഇത് വീട്ടിൽ പൊടിച്ച സമയത്ത് എനിക്കറിയില്ല, ആ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഈ ഒരു കളറിലാണ് അതിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ മുളക് പൊടി ഇട്ടുണ്ടാക്കുന്ന എന്തിനും ആ ഒരു കളറാണ്. ഇപ്പോൾ എന്തായാലും അത് തീരണ വരെ എനിക്കൊരു നിവൃത്തിയില്ല. നാടൻ മുളക് പൊടി മൊത്തം ഇരിപ്പുണ്ട്, 1 കിലോയിൽ കൂടുതൽ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, പാനിൽ നിന്ന് വിട്ട് വന്നു തുടങ്ങുന്നുണ്ട്. ഇനി 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതാവും. ഇത് കണ്ടോ, ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 1-2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ ടൊമാറ്റോ അച്ചാർ ഫൈനലി തയ്യാറായിട്ടുണ്ട്. ചൂടാറിയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സേവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല കളർഫുള്ളും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഈ കറുത്ത കളർ പോലത്തെ കാണുന്നത് കൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം എൻ്റെ മുളക് പൊടിയുടെ പ്രശ്നമാണ്. ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.